നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SSCRTയുടെ ഡീറ്റെയിൽഡ് ക്യാപ്സൂൾ നോട്ട്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ്, കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവ്കോ LD, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എല്ലാം തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിലെ പാർട്ട് 2ലെ ഫസ്റ്റ് ലെസണിലെ ക്ലാസ് ആണ് കേട്ടോ. അത് മൂന്നാമത്തേതാണ്. ഒപ്പം വരിക കേട്ടോ. ഡെയിലി തന്നെ ക്യാപ്സൂൾ നോട്ട്സിൽ ഒപ്പം വന്ന് പഠിച്ചാൽ പുതിയ SCRT കംപ്ലീറ്റ് ആവും കേട്ടോ. അതേപോലെ LGS നിലവാരത്തിൽ, പ്രിലിംസ് നിലവാരത്തിൽ നടന്ന എല്ലാ ലെവലിലെ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഉണ്ട്. അത് ഒപ്പം ചെയ്തു വരിക. അപ്പൊ നമുക്ക് നോക്കാം. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എപ്പോഴാണ്? 1923 കേട്ടോ. ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. നിസ്സഹകരണ സമരത്തെ തുടർന്ന്, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചു ഗാന്ധിജി. അത് പിൻവലിച്ചതിന് ആർക്ക്? CR ദാസിനും മോത്തിലാൽ നെഹ്റുവിനൊന്നും എന്തുണ്ടായിരുന്നില്ല, വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. സ്വരാജ് പാർട്ടി പറഞ്ഞാൽ എന്താ? സ്വരാജ് എന്താണ്? സ്വന്തമായി തീരുമാനിക്കാൻ വേണ്ട അധികാരമൊക്കെ ഉള്ള ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചാൽ എന്ത് പറ്റും? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സഭകളിലൊക്കെ പോയിട്ട് എന്താകും? അംഗമാകാനായിട്ട് പറ്റില്ല. ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അംഗമാകാം, അവിടെ പോയിട്ട് സംസാരിക്കാനുള്ള റൂള് കിട്ടും. അല്ലാതെ അതിന്റെ ഉള്ളില്, നിയമസഭയുടെ ഉള്ളിൽ കയറാതിരുന്ന് പുറത്ത് നിന്നിട്ട് സംസാരിച്ചുകൊണ്ട് നിയമം പാസ്സാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആരെന്ത് ചെയ്യുന്നത്? CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ട് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. അങ്ങനെ 1925 മാർച്ച് മാസം 12-ാം തീയതി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1925 മാർച്ച് മാസം 12-ാം തീയതിയാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ആദ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിലാണ് കേട്ടോ. ഇതൊരു ചോദ്യം അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശിവഗിരി മഠത്തിലുള്ള ഏത് മന്ദിരമാണ്? വനജാക്ഷി മന്ദിരത്തിൽ വെച്ചിട്ടാണ് 1925 മാർച്ച് മാസം 12-ാം തീയതി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇനി റാംപ ലഹള, ഇത് പഠിക്കാനാണ് കേട്ടോ. ഇനി എന്താണ് റാംപ ലഹള? അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ ഒരു സമരമാണ് റാംപ ലഹള. ആരാണ് നേതൃത്വം? അല്ലൂരി സീതാരാമരാജു. അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തില് ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ സമരമാണ് റാംപ ലഹള. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ റാംപ ലഹള നടത്താൻ കാരണം? വനങ്ങളില് കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമാണ് റാംപ ലഹളയ്ക്ക് കാരണമായത്. അപ്പൊ ഗോത്ര ജനത നടത്തിയ സമരമാണ് വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും. 2500 ചതുരശ്ര കിലോമീറ്റർ ഭൂമേഖല ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ഈ ഗോത്ര ജനതയുടെ നിയന്ത്രണത്തിലായിരുന്നു കേട്ടോ. 2500 കിലോമീറ്റർ ഭൂമേഖലയും നിയന്ത്രണത്തിലായിരുന്നു ഈ റാംപ ലഹള മൂലം കേട്ടോ. അതേപോലെ MSP മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസും ഇവരൊക്കെയാണ് ഈ സമരത്തിനെ അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പൊ റാംപ ലഹള അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിൽ ആന്ധ്രയിലാണ് കേട്ടോ. എവിടെയാണ്? ആന്ധ്ര. ഗോത്ര ജനതാ സമരമാണ് ഈ ലഹളയ്ക്ക് കാരണം. വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു. 2500 ചതുരശ്ര കിലോമീറ്റർ ഭൂമേഖല നിയന്ത്രണത്തിലായിരുന്നു ഇവരുടേത്. അതേപോലെ ഈ സമരം വളരെയധികം ശക്തിപ്പെട്ടപ്പോൾ മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസും ആണ് ഈ സമരത്തിനെ അടിച്ചമർത്തിയത്. ഇതിൽ അല്ലൂരി സീതാരാമരാജു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതൊക്കെ എപ്പോഴായിരുന്നു? ഈ കാലത്തായിരുന്നു കേട്ടോ. അപ്പൊ ലക്ഷ്യം എന്തായിരുന്നു? പൂർണ്ണ സ്വാതന്ത്ര്യം. ഓക്കെ. ഈ സ്വരാജ് പാർട്ടി നമ്മൾ പറയുന്നുണ്ടല്ലോ, സ്വരാജ് പാർട്ടി രൂപീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 23 കഴിഞ്ഞു, 25 ശ്രീനാരായണ ഗുരുവിന്റെ കൂടിക്കാഴ്ച പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ റാംപ ലഹള നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു 1925 കാലഘട്ടങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടത് കേട്ടോ. അപ്പൊ എന്തിനാണ് ശക്തിപ്പെട്ടത്? പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം വേണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഈ വിദ്യാർത്ഥി യുവജനങ്ങളെയൊക്കെ എന്ത് ചെയ്തു? അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കറിയാം 1930 1929 ലാഹോർ സമ്മേളനത്തിലാണ് നമ്മുടെ ANC സമ്മേളനത്തില് ഇന്ത്യൻ പതാകയെ
അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. അതേപോലെ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നതും ഒക്കെ ആ സമയത്താണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളൊക്കെ നല്ല രീതിയിൽ ശക്തിപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇവരെ എല്ലാം അഭിസംബോധന ചെയ്യുകയുണ്ടായി കേട്ടോ. ഇനി സൈമൺ കമ്മീഷൻ എത്തുകയാണ് 1927 കാലഘട്ടം അല്ലേ. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടന പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ആണ് സൈമൺ കമ്മീഷൻ എത്തുന്നത് കേട്ടോ. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടന പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ നേതൃത്വം അല്ലെ, ആരാ നേതൃത്വം? സർ ജോൺ സൈമൺ. അപ്പൊ സൈമൺ കമ്മീഷൻ എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ അറിയാം ആ സമയത്തൊക്കെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ചർച്ച നടക്കുന്ന സമയമാണ് അല്ലെ. ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടന വേണം. അപ്പൊ ആ ഇന്ത്യക്ക് നടപ്പിലാക്കേണ്ട ഭരണഘടന പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാനാണ് സൈമൺ കമ്മീഷൻ വരുന്നത്. ആ സൈമൺ കമ്മീഷനിലെ നേതാവാരാ? സർ ജോൺ സൈമൺ. 7 അംഗങ്ങൾ ബ്രിട്ടീഷുകാരായിരുന്നു. ഈ സൈമൺ കമ്മീഷനിൽ 7 അംഗങ്ങളും ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യയിൽ 1928 ഫെബ്രുവരി 3-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ എത്തുന്നത് കേട്ടോ. 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത്. മറക്കുവോ? അടുത്ത എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നാൽ മറക്കുവോ? നിങ്ങൾക്ക് പാടില്ല. 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ആ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് അതിൽ അംഗങ്ങൾ ഈ സൈമൺ കമ്മീഷനിലൊക്കെ ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പൊ അത് ഇന്ത്യക്കാർ അംഗീകരിക്കോ? അംഗീകരിക്കില്ല. അതുകൊണ്ട് അവര് ആ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് രാജ്യത്തുടനീളം ഹർത്താലായിരുന്നു കേട്ടോ. അപ്പൊ എന്തായിരുന്നു അവര് ആ ഇന്ത്യയിൽ ഇറങ്ങുന്ന സമയത്ത് മുദ്രാവാക്യം? സൈമൺ ഗോ ബാക്ക് അല്ലെ, സൈമൺ തിരിച്ചു പോകുക എന്നതായിരുന്നു. കാരണം ഭരണ പരിഷ്കാരങ്ങൾ നടത്തുന്ന സമയത്ത് ഇന്ത്യക്കാർ അതിൽ വേണ്ടേ, പക്ഷെ എല്ലാവരും ആരാ? ഒക്കെ ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ട് രാജ്യത്തുടനീളം ഹർത്താൽ നടക്കുകയായിരുന്നു 1928 ഫെബ്രുവരി 3-ന് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്. അതേപോലെ ഈ സൈമൺ കമ്മീഷൻ വരുന്ന സമയത്ത് ഹർത്താൽ നടന്നു എന്ന് പറഞ്ഞില്ലേ. ഈ ഹർത്താലിന്റെ ഭാഗമായിട്ട് ലാഹോറിൽ വെച്ചിട്ട് ലാലാ ലജ്പത് റായ് മരണപ്പെടുകയാണ് ഉണ്ടായത് കേട്ടോ. ഈ സൈമൺ കമ്മീഷന്റെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം നടന്ന ഹർത്താലില് ലാഹോറിൽ വെച്ചിട്ട് ലാലാ ലജ്പത് റായ് മരണപ്പെട്ടു. ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് എവിടെ വെച്ചിട്ടാ? പൂനെയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഭരണഘടന പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് പൂനെയിൽ വെച്ചിട്ടാണ്. മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. പൂനെയിൽ വെച്ചിട്ട് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് മോത്തിലാൽ നെഹ്റുവിന്റെ, ഈ അടുത്ത് നടന്ന എക്സാമിന്റെ ചോദ്യമാണ് ഇത്. ഓക്കെ, മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് മോത്തിലാൽ നെഹ്റുവിന്റെ റിപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ ഒരിക്കലും ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. അത് ഈ അടുത്ത് നടന്ന എക്സാമിന്റെ ചോദ്യമാണ്. അപ്പൊ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഭരണഘടന പരിഷ്കരണ റിപ്പോർട്ടാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഇത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. ബർദോളി കർഷക മുന്നേറ്റം അടുത്തത് വരികയാണ്. 1928 ഗുജറാത്തിലെ ബർദോളിയിലാണ് കർഷക മുന്നേറ്റം നടക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത്, ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഇതിന് നേതൃത്വം നൽകിയത് ആരാ? ബർദോളി സർദാർ വല്ലഭായി പട്ടേലാണ്. അതേപോലെ സർദാർ വല്ലഭായി പട്ടേലായിരുന്നു നേതൃത്വം എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് സഹായിയായിട്ട് അബ്ബാസ് ത്യാബ്ജിയും വിത്തൽഭായ് പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ ബർദോളി കർഷക സമരം നടന്നത്? നികുതി വർധന കൊണ്ട് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം അല്ലേ, അമിതമായ നികുതികൾ കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണക്കാര് അല്ലേ, അങ്ങനെ ഈ നികുതി വർധനവിനെതിരെ 1928 ഗുജറാത്തില് ബർദോളി കർഷക സമരം നടക്കുകയാണ്. സർദാർ വല്ലഭായി പട്ടേലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് അബ്ബാസ് ത്യാബ്ജിയും വിത്തൽഭായ് പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പട്ടേലിന്റെ നിർദ്ദേശം? എന്തായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശം? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ചു പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. അദ്ദേഹം നിർദ്ദേശിച്ചതാണ്. നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും, കർഷകരുടെ വണ്ടികൾ ഉണ്ടാകുമല്ലോ അന്നത്തെ വണ്ടികള്, ആ നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് പല ഭാഗങ്ങളാക്കിയിട്ട് പല സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു നൽകുക. അങ്ങനെ ഈ ബർദോളി സത്യാഗ്രഹത്തിന് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉറച്ച പിന്തുണ നൽകിയിട്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കും ബർദോളിക്ക് ഗാന്ധിജി പിന്തുണ നൽകിയോ എന്നൊക്കെ ചോദിക്കും. ഗാന്ധിജി പിന്തുണ നൽകിയിട്ടുണ്ട്. സർക്കാർ, അതായത് ഈ സമരം ശക്തമായപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് നികുതി വർധനവ് പിൻവലിച്ചു. സമരം വിജയിച്ചു.
ഇനി അങ്ങനെ അത് കഴിഞ്ഞു, ലാഹോർ സമ്മേളനമായി ഇല്ലേ. നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചാൽ മതി കേട്ടോ, വലിച്ചു വാരി അങ്ങനെ അങ്ങോട്ട് പോണ്ട. അപ്പൊ കാരണം നമ്മൾ 1909 ഹിന്ദു സ്വരാജ് മുതൽ തുടങ്ങിയതാണ് അല്ലേ പഠനം അല്ലെ. ഇപ്പൊ 3ാമത്തെ ക്ലാസ് തുടങ്ങിയിട്ട് 1909 മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ 1929 വരെ നടന്ന സംഭവങ്ങൾ SSCRT-യിൽ ഇങ്ങനെ ക്രോഡീകരിച്ച് പഠിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. ലാഹോർ സമ്മേളനത്തില് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാക്കാണ്. ലാഹോർ സമ്മേളനം എപ്പോഴാണ്? 1929. എന്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകള്? ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കാണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു ആരാണ് എന്നാണ് പറയുന്നത്? ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്, എന്നാൽ രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും ഒന്നും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. 1929 നടന്ന ലാഹോർ അധ്യക്ഷ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പൊ ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത്. കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയാണ്. ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ബഹുജന സമരം ആരംഭിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തുന്നത്? ഗാന്ധിജിയാണ്. അതേപോലെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. അപ്പൊ ആദ്യത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനം എപ്പോഴാണ്? 1930 ജനുവരി മാസം 26. അതുകൊണ്ടാണ് ഈ ജനുവരി 26-നെ ഇന്നും റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പൊ റിപ്പബ്ലിക് ദിനം എപ്പോഴാ? ജനുവരി 26. എന്തുകൊണ്ട് ജനുവരി 26 തിരഞ്ഞെടുക്കുന്നത്? 1929 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലുള്ള ലാഹോർ സമ്മേളനത്തെ തുടർന്ന് 1930 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുകയും തുടർന്ന് ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിച്ചു വരികയും ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ ഇന്നത്തെ കുറച്ച് ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി ഇതിന്റെ അടുത്ത ഭാഗം ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യണം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.